അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരുടെയും വലിയൊരു വിഷമമാണ് നമ്മളെ മക്കൾ നമ്മൾ പറഞ്ഞ അനുസരിക്കുന്നില്ല, അവർ കൃത്യമായി നിസ്കാരം നിർവഹിക്കുന്നില്ല, ദീനുമായി പ്രത്യേകിച്ച് യാതൊരു ബന്ധവും നിലനിർത്തുന്നില്ല. ഇത്തരത്തിൽ വിഷമം അനുഭവിക്കുന്ന ഒരുപാട് മാതാപിതാക്കൾ നമുക്കിടയിൽ തന്നെ ഉണ്ട്. പ്രത്യേകിച്ചും മക്കളെ കാര്യത്തിൽ വിഷമിക്കുന്നത് ഉമ്മമാരാണ്. നമുക്ക് അല്ലാഹു തആല തന്ന വലിയൊരു അനുഗ്രഹമാണ് നമ്മളെ മക്കൾ. അവർ നല്ല രീതിക്ക് ഇസ്ലാമികപരമായും മറ്റ് കാര്യങ്ങളിലുമെല്ലാം നല്ല രീതിയിൽ വളർത്തുക എന്നുള്ളത് നമ്മളെ വലിയൊരു ബാധ്യതയാണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ദുആയിൽ അവരെ ഉൾപ്പെടുത്തുക തന്നെ വേണം. അവർ നന്നായാൽ നമുക്കും നാളെ പരലോകത്ത് അത് ഉപകാരപ്പെടും. അവർ നന്നാവാൻ വേണ്ടിയിട്ട് നമ്മൾ ദുആ ചെയ്യുന്നതോടുകൂടി വേറെ പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആദ്യം തന്നെ അവരുടെ മാതാപിതാക്കളായ നമ്മൾ ആദ്യം നന്നാവുക. അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായ മതവിദ്യാഭ്യാസവും അവർക്ക് നൽകണം. അവർക്ക് നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം ഹലാലായ ഭക്ഷണമാണോ എന്ന് ഉറപ്പ് വരുത്തുക. അതുപോലെ തന്നെ മറ്റു കുട്ടികളുമായി നമ്മളെ മക്കളെ താരതമ്യം ചെയ്യാതിരിക്കുക. ഇൻഷാ അല്ലാഹ് മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നത് അല്ലാഹു തആല സ്വീകരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പൂർണ്ണ വിശ്വാസത്തോടെ ഉത്തരം കിട്ടുമെന്നുള്ള ഉറപ്പോടെ നമുക്ക് ദുആ ചെയ്യാം. അതിനു വേണ്ടി നമ്മൾ പതിവാക്കേണ്ട അള്ളാഹുവിൻ്റെ മഹത്തായ ഒരു ഇസ്മാണ് യാ ഹാദി യാ അല്ലാഹ്. ഈ ഒരു ഇസ്മ 33 തവണയെങ്കിലും, ചുരുങ്ങിയത് 33 തവണയെങ്കിലും നമ്മൾ ചൊല്ലിയിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് മന്ത്രിച്ചിട്ട് അവരെ കൊണ്ട് അത് കുടിപ്പിക്കുക. ഇൻഷാ അല്ലാഹ് നമ്മളെ എല്ലാവരുടെയും മക്കൾ സ്വാലിഹീങ്ങളായ മക്കളിൽ ഉൾപ്പെടുത്തട്ടെ. ഈ ഒരു കാര്യം ചെയ്താൽ ഇൻഷാ അല്ലാഹ് നമ്മളെല്ലാവരുടെ മക്കളും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നിസ്കാരത്തിനും ഇസ്ലാമിനുമെല്ലാം പ്രാധാന്യം നൽകുകയും അതുപോലെ തന്നെ സൽസ്വഭാവികളായി വളരുകയും ചെയ്യും. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ എല്ലാവർക്കും ഉപകരിക്കുന്നതിന് വേണ്ടി ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും.